Hello friends, welcome to channel. 𝙑𝙞𝙙𝙬 channel स्वागതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വേറൊരു സ്മാർട്ട് സെക്യൂരിറ്റി ക്യാമറയാണ്. സെബ്രോണിക്സിന്റെ സ്മാർട്ട് ക്യാം 100 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന് ഞാൻ 1299 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. എന്നുവെച്ചാൽ ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു സ്മാർട്ട് ക്യാമാണ്. 1080p റെക്കോർഡിംഗ് ഉള്ളതാണ്. പക്ഷേ മെയിൻ പ്രൈസ് 1499 ആണ്. നമുക്ക് പ്രൈം ഡേയ്സിൽ വാങ്ങിച്ചാണ്, അതുകൊണ്ടാണ്. ഇതിൽ നമുക്ക് വൈഫൈ ആയിട്ടുള്ള എല്ലാ കമ്പനികളും ഉണ്ട്. നമുക്ക് Zeb ആപ്പ് എന്ന ആപ്പ് ഉണ്ട്. അതുപോലെ 2 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. 2-വേ ഓഡിയോ, നമുക്ക് ഓഡിയോ കണക്ടിവിറ്റി ഉണ്ട്. മൈക്രോ എസ് കാർഡ് നമുക്ക് 128GB വരെ ഉപയോഗിക്കാം. അങ്ങനത്തെ മെയിനായിട്ട് നമ്മളെല്ലാം മറ്റേ ക്യാമറയിലും റിയൽമി ക്യാമറയിലൊക്കെ ഉപയോഗിച്ച കുറേ ഫീച്ചേഴ്സുകളുണ്ട്. പിന്നെ ഇതിൽ എന്താ പറയുക, വൈഫൈ വയർലെസ് എന്നൊക്കെ നമുക്ക് കണ്ടതാണ്. നമ്മളെന്തായാലും അഡ്വാൻസ്ഡ് മോഷൻ ഡിറ്റക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പാക്കേജും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് സെബ്രോണിക്സ് അറിയായിരിക്കും, ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷേ ഇത് ഇമ്പോർട്ടഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇമ്പോർട്ടഡ് ബൈ ചൈന, ഇമ്പോർട്ടഡ് ഫ്രം ചൈന, മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് സെബ്രോണിക്സ് ആണ്. അങ്ങനെയാണ് സംഭവം. മാർക്ക് കൊടുത്തിരിക്കുന്നത് 2499, പക്ഷേ 1499 റെഗുലർ പ്രൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ ആമസോൺ പ്രൈമിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 1299 രൂപ കിട്ടും. എനിക്ക് ആ പ്രൈസിനാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ്ങും അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയൊക്കെ നോക്കാം. അപ്പോൾ ഡയറക്റ്റ് വീഡിയോ പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലേക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഗിവ് വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു റൂട്ടറും ഒരു വയർലെസ് ആയിട്ടുള്ള ഹെഡ്സെറ്റാണ് കൊടുക്കുന്നത് 3200 രൂപയുടെ. അപ്പോൾ കാണാൻ മറക്കണ്ട. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഡയറക്റ്റ് വീഡിയോ പോകും. അപ്പോൾ നമ്മുടെ സെബ്രോണിക്സിൻ്റെ എന്താ പറയുക, ഇൻഡോർ സ്മാർട്ട് ക്യാമറയുടെ ബോക്സാണ് ഈ കാണുന്നത്. ഫ്രണ്ട് വൈറ്റ് ആണ് കളർ വരുന്നത്. സംഭവം ബോക്സും വൈറ്റും ഉള്ളിലും വൈറ്റ് തന്നെയാണ്. സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് വൈഫൈ ക്യൂബ് ഇൻഡോർ ക്യാമറ ആയിട്ടുണ്ട്. Zeb സ്മാർട്ട് ക്യാം 100 എന്നാണ് അതിൻ്റെ പേര്. ഇത് നമുക്ക് നമ്മുടെ ആമസോൺ പ്രൈമിൽ നമ്മൾ ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. 1299 രൂപ ഉണ്ടാകുന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ശരിക്കും പ്രൈസ് 1499 രൂപയാണ്. 1500 രൂപയാണ് ശരിക്കും വരുന്നത്. ഇത് നമുക്ക് ഒരു 1080p തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ്. അതിൻ്റെ ബാക്കിൽ നമുക്ക് ഫീച്ചേഴ്സ് കുറച്ച് ചെയ്തിൻ്റെ ആയിരിക്കും. 2 മെഗാപിക്സലിൻ്റെ ക്യാമറ സെൻസറാണ് വരുന്നത്. അതുപോലെ H.2.64 വീഡിയോ കംപ്രഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡ്വാൻസ് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. 2-വേ ഓഡിയോ മെത്തഡ് ഉണ്ട്. മൈക്രോ SD കാർഡ് സപ്പോർട്ടർ അപ് ടു 128GB ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡും iOS ഡിവൈസും സപ്പോർട്ടറാണ്. പിന്നെ ഇത് ISO 9000 2015 സർട്ടിഫൈഡ് കമ്പനിയാണ് സെബ്രോണിക്സ്. നിങ്ങൾക്ക് അറിയായിരിക്കും എന്തായാലും. സെബ്രോണിക്സ് നമ്മൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ കുറേ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സായിട്ട് 1080p ഫുൾ HD വീഡിയോ ക്വാളിറ്റിയാണ്. ലൈവ് സ്ട്രീമാണ്. വാച്ച് റെക്കോർഡിംഗ് ഉണ്ട്. അഡ്വാൻസ് മോഷൻ ഡിറ്റക്ഷൻ, ഡിസ്റ്റൻസ് അപ് ടു 5 മീറ്റർ ഉണ്ട്. വൈഡ് വ്യൂയിങ് ആംഗിൾസ്, മോർ ഓഫ് എവരി കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുണ്ട്. വൈഫൈ വയർലെസ് കണക്ഷനാണ്. ലോക്കൽ സ്റ്റോറേജ് ബൈ മൈക്രോ SD കാർഡ് അപ് ടു 128GB ആയിട്ടുണ്ട്. 2-വേ ഓഡിയോ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഫോൾഡബിൾ ഡിസൈനാണ് വരുന്നത്. പിന്നെ 7x24H വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത്. ഫ്രീ ആപ്പ് ഉണ്ട്. നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഫോർ മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിംഗ് ഉണ്ട്, ഓപ്ഷണലാണ്. പവർഡ് ബൈ യൂണിവേഴ്സൽ പവർ അഡാപ്റ്റർ, മൈക്രോ USB പോർട്ടാണ് ഉപയോഗിക്കുന്നത്. 5 വാട്ടിൻ്റെ 1 ആംപിയറിൻ്റെ കേട്ടോ. ഇതിന് എന്താ പറയുക, ഇമേജ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത് 2.70 ആണ്. കളർ CMOS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെൻസ് ടൈപ്പ് ഹൈ ഡെഫിനിഷൻ ലെൻസ് തന്നെയാണ്. ലോക്കൽ ലെങ്ത്ത് ബാക്കിയൊക്കെ നമുക്ക് നോർമൽ അറിയാവുന്നത് തന്നെയാണ്. LED ഉണ്ട്. 6 പീസസ് ഉണ്ട്. ഇമേജ് കംപ്രഷൻ HD ഞാൻ പറഞ്ഞ പോലെ തന്നെ. റെസൊല്യൂഷൻ 1080p ആണ്. ഡിജിറ്റൽ നോയ്സ് റിഡക്ഷൻ ഉണ്ട്. 3D ഡിജിറ്റൽ ലൈസൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ബിൽഡിൻ മൈക്ക് ഉണ്ട്. സ്പീക്കർ ഉണ്ട്. അതുപോലെ വൈഫൈ നമ്മുടെ 2.4 GHz ആണുള്ളത്. ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്ലൂവും റെഡാണ് ഉള്ളത് കേട്ടോ. പിന്നെ മാക്സിമം സപ്പോർട്ട് 128GB വരെയാണ്. പ്രൈസ് ഡീറ്റെയിൽസ് കാണാമല്ലോ. ഈ സൈഡിലായിട്ട് നമുക്കൊരു QR കോഡ് ഉണ്ട്. അതുപോലെ Zebൻ്റെ ഒരു ഹോമിൻ്റെ ഒരു ആപ്പിൻ്റെ ദൂരം കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്ക്സ് വിത്ത് അലക്സ ആൻഡ് ഓക്കെ വിത്ത് ഗൂഗിൾ എന്നതിന് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഡീറ്റെയിൽസ് എവിടെയും കാണാമല്ലോ. താഴെയാണ് പ്രൈസ് ഡീറ്റെയിൽസ് വരുന്നത്. ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റ് ബൈ സെബ്രോണിക്സ് ആണ്. MRP കൊടുത്തിരിക്കുന്നത് 2499 ആണ് കേട്ടോ. സൂമായില്ലേ? ഇപ്പോൾ സൂമായില്ലേ? 2499 ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് എനിക്ക് കിട്ടിയത് 1399 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമുക്കെന്തായാലും ആപ്പിൻ്റെ ആവശ്യം വരും. ബോക്സ് എടുക്കാം. ഒരു ബുക്ക്ലെറ്റ് പോലെ സംഭവങ്ങളുണ്ട് ഉള്ളിൽ. ഇത്ര ഉള്ളൂ ബോക്സിൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. Zeb ഹോം എന്നങ്ങനെ സാധനം ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഡൗൺലോഡ് ദ ആപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സൈഡിൽ കൂടെ നമുക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുമ്പോഴേക്കും കാര്യം കഴിഞ്ഞോട്ടല്ലോ. ഇവിടെ നമ്മുടെ പ്ലേ സ്റ്റോറിനെ കാണാമല്ലോ. ഓക്കെ, Zeb ഹോം കേട്ടോ. Zeb ഹോം എന്ന ആപ്പാണ്. 3.6 ആണ് സ്റ്റാർ വരുന്നത്. അതുപോലെ 52 MB ഉള്ളത് സംഭവം. എന്തായാലും നമ്മൾ ആപ്പ് ഡൗൺലോഡ് ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. മുകളിൽ കവറിങ് നമുക്ക് സീൽഡ് പാക്ക് അല്ല കിട്ടിയിട്ടാ. പാക്ക് സീൽഡ് ആയിരുന്നില്ല. എന്തായാലും നമ്മൾ ഫുൾ കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് വന്നൂടെ.
ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ശരിക്കും കാണുമ്പോൾ നമുക്ക് വെബ് ക്യാമറ പോലെ തോന്നുമെങ്കിലും വെബ് ക്യാമറ അല്ല ശരിക്കും സംഭവം. ബാക്ക് സൈഡിലായിട്ട് റീസെറ്റ് ബട്ടൺ ഉണ്ട്. സ്റ്റാൻഡ് കൊള്ളട്ടെ, നല്ല ക്വാളിറ്റി, എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. ഇവിടെ നമുക്ക് റബ്ബർ ബുഷൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എവിടെ ഉണ്ടായിട്ടാണ് നമ്മുടെ ഇതിങ്ങനെ തിരിക്കാൻ പറ്റുന്നുണ്ടോ. മൈക്രോ USB പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ SD കാർഡ് പോർട്ട് എവിടെയാണ്? SD കാർഡ് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് SD കാർഡ് ഇവിടെ നമുക്ക് പോർട്ട് വരുന്നുണ്ട്. ക്യാമറ നമുക്ക് ഇവിടെ LED വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നുണ്ടോ. കൊള്ളാം. സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്കിതിൽ വയർ വരുന്നുണ്ട്. വയറുണ്ടല്ലോ, ആക്ച്വലി എക്സ്ട്രാ വേറെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല, ഇത് മാറ്റി വയ്ക്കാം എന്തായാലും. ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തായാലും ഞാൻ നേരെ SD കാർഡ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, SD കാർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് SD കാർഡ് ആദ്യം ഇടാം. ലോക്ക് ആയിട്ട് ഇട്ടാം. ഇനി നമുക്ക് നമ്മുടെ കേബിൾ കുത്തണം. ഞാൻ അതിൻ്റെ കേബിളെല്ലാം എടുത്തേക്കണം, വേറെ കേബിൾ എടുത്തേക്കണം. അപ്പോൾ എന്നാലും എങ്ങനെയാക്കി നമുക്ക് കുത്താം. ഓക്കെ, കുത്തിയിട്ടുണ്ട്. എന്താ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് ചെറുതായിട്ട്, നമുക്ക് കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഒരു ബ്ലൂ ലൈറ്റും വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് പോയി ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതിൽ ലോഗിൻ ചെയ്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യണം കേട്ടോ. സെബ് ആപ്പ് ഇവിടെ സെബ് ഹോം ആപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിൽ ആഡ് ചെയ്യണം, ആഡ് ഡിവൈസ് കൊടുക്കാം. ഇതിൽ നമുക്ക് അതിൽ നമസ്കാരം എന്നൊക്കെയാണ് പറയണത്. മ്യൂസിക്കൊക്കെ വരുന്നുണ്ട്. സ്മാർട്ട് ക്യാമറ കൊടുത്തു. പവർ ഓൺ ദ ഡിവൈസ് ആൻഡ് മേക്ക് ഷുവർ ദ ഇൻഡിക്കേറ്റർ ഇസ് ഫ്ലാഷിംഗ് റാപ്പിഡ്ലി ഓർ എ പ്രോംപ്റ്റ് ടോൺ ഈസ് ഹേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ റാപ്പിഡ്ലി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേക്ക് ഷുവർ LED ഈസ് ഫ്ലാഷിംഗ് ക്ലിയർ, നെക്സ്റ്റ് കൊടുത്തു. ഓൺലി അവൈലബിൾ കൊടുത്ത് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ വൈഫൈയിലേക്ക് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വൈഫൈയിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നമ്മുടെ QR കോഡ് അതിൽ കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും QR കോഡ് നമുക്ക് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ ഉണ്ട്, സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മൾ ഐ ഹാഡ് എ പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ ഇനി അതിൽ ആഡിങ് ഡിവൈസും സെറ്റപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രജിസ്റ്ററിങ് ഓൺ ക്ലൗഡ്. പിന്നെ അത് ലാസ്റ്റായിട്ടാണ് ഇനീഷ്യലൈസിങ് ഡിവൈസ് വരിക. അപ്പോൾ ഒരു എല്ലാത്തിലും ഒരു 2 minutes ആണ് കാണിക്കുക കേട്ടോ. പക്ഷേ നമുക്കൊരു 1 minute കഴിയാറാകുമ്പോൾ തന്നെ എല്ലാം സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറ ആംഗിൾ നമുക്ക് നമ്മുടെ ഇവിടേക്കാക്കി വയ്ക്കാം. എന്തായാലും ഈ ടേബിളിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വയ്ക്കാം. ആഡിങ് ഡിവൈസ് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഡായി. ഡണ്ണ് കൊടുത്തു. ഞാൻ ഡണ്ണ് കൊടുക്കുകയാണ്. ഓക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ദിസ് ഡിവൈസ് ഇസ് എ സെക്യൂർ ഡിവൈസ് വിത്ത് അലാറാം നോട്ടിഫിക്കേഷൻ. ടു എൻഷുവർ യുവർ ഡിവൈസ് നോട്ടിഫിക്കേഷൻ പ്ലീസ് ടെസ്റ്റ് ടു ചെക്ക് ഇഫ് ടേൺ ഓൺ ദ റെസ്പോണ്ടിങ് പെർമിഷൻ. ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്കത് നോട്ടിഫിക്കേഷൻ ഓണാക്കാനുള്ളതാണ്. ബാറ്ററി യൂസേജ് ഡെന്നൊക്കെ കൊടുക്കാം നമുക്ക് എന്തായാലും. ഇതാ ക്യാമറ ലൈവ് സ്ട്രീം വന്നു തുടങ്ങിയിട്ടുണ്ട്. വന്നു കേട്ടോ. ബൈ നൗ ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കട്ടെ, അതിന് ഓപ്ഷൻ ഉണ്ട്. ഇതാ നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. സിഗ്നൽ 78% എന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് സൗണ്ട് ഓൺ ഓഫ് ചെയ്യുന്നത് ഇതാ, എൻ്റെ സൗണ്ട് ഇപ്പോൾ കേട്ടതാണ്. അതുപോലെ നമ്മുടെ ക്യാമറ ഷട്ടർ മൈക്രോഫോൺ നമുക്ക് കോൾ ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹലോ ചേ, അത് നമ്മൾ ഓക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒന്നുണ്ട്. ഹലോ 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 ഉണ്ട്, കേൾക്കണുണ്ടോ? കുറച്ച് സ്ലോ ആണ് കേട്ടോ. നമ്മൾ തന്നെ സൗണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഫുൾ വ്യൂ മോഡുണ്ട്. കണ്ട കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിയൽമിയുടെ അത് ക്വാളിറ്റി തന്നെ ഉണ്ട് ഏകദേശം. നമുക്കിത് ഓട്ടോമാറ്റിക് അത് മൂവ് ചെയ്യില്ലെന്ന് മാത്രം. അത് മീല് മൂവ് ചെയ്യില്ല കേട്ടോ. അത് റിയൽമി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ട് അത് ഓട്ടോമാറ്റിക് അങ്ങോട്ട് തിരിയുന്നത് നമ്മുടെ മീല് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് HD മോഡും ഉണ്ട്, SD മോഡും ഉണ്ട്. 2 മോഡ് കൂടെ മാറ്റാൻ പറ്റും. ഇത് നമുക്ക് എന്തായാലും ബാക്കിലേക്ക് പോവാം. ഇതിൽ ക്ലൗഡ് സ്റ്റോറേജ് ബൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, വേറെ കാണിക്കുന്നില്ല. പിന്നെ നമുക്കിവിടെ സെറ്റിങ്സ് മുകളിൽ കാണാം. പ്ലേ ബാക്ക്, മെസ്സേജ്, മൾട്ടി വ്യൂ, ആൽബംസ്. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈസ് ഇൻഫർമേഷനും ടാപ്പ് ടു റൺ ഓട്ടോമേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. IR നൈറ്റ് വിഷൻ നമ്മൾ ഓട്ടോ കൊടുത്തേക്കുന്നത്. ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് ഓട്ടോ തന്നെ വരുന്നുണ്ട്. ബേസിക് ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ, ഫ്ലിപ്പ് സ്ക്രീൻ അത് കണ്ട ആവശ്യമില്ല. ടൈം വാട്ടർമാർക്ക് കാണാം നമുക്ക്. ടോക്ക് മോഡ് ഇതൊക്കെ ഓണാണ്. സ്റ്റോറേജ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെമ്മറി കാർഡിലുള്ള സംഭവങ്ങളൊക്കെ കാണാം. ലോക്കൽ റെക്കോർഡിങ്സ്, സ്റ്റോറേജ് സെക്യൂരിങ് ഓക്കെ കൊടുക്കുകയാണ്. റെക്കോർഡിംഗ് മോഡ് ഇവൻറ്റ് റെക്കോർഡിംഗ് വേണ്ട, നമുക്ക് നോൺ സ്റ്റോപ്പ് റെക്കോർഡിങ്ങാണ് വേണ്ടത്.
നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓഫ്ലൈൻ നോട്ടിഫിക്കേഷൻ സംഭവങ്ങളതിൻ്റെ ഡിവൈസ് അപ്ഡേറ്റ് അപ്ഡേറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ, കുഴപ്പമില്ലാതെ. 1200 രൂപയ്ക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് തോന്നിയില്ല. സംഭവം നമുക്കിവിടെ കാണാം. ഞാൻ ഇവിടെ അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, അതുകാരണമുണ്ട്. അത് നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി നല്ലത് തന്നെ. അത്യാവശ്യം പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ താഴത്തേക്ക് കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ വീഴും. കണ്ടു, വെയിറ്റില്ലാതായിരുന്നേ, ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. അതുകൊണ്ട് ഇങ്ങനെ വീഴും എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മറ്റേ മീഡിയം റിയലായിട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പൊന്തി വരുന്നു. നമ്മളിങ്ങനെ കുറച്ചുകൂടി ടിൽറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊന്തി താഴത്തേക്കായിട്ട് നിൽക്കും. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ഇതിന് റീസെറ്റ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിന് കിട്ടുന്ന സംഭവം ക്യാമറ തന്നെയാണ്. നിങ്ങൾക്കൊരു 1500 രൂപയുടെ താഴെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ TP ലിങ്കിൻ്റെയും വേറെ ടൈപ്പും ഉണ്ട്. അത് അതിനായിട്ടും കുഴപ്പമില്ലാന്ന് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ TP ലിങ്കിൻ്റെ കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ കണക്ടിവിറ്റി കുറേ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്ക്രൂവും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ മൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ വയ്ക്കാൻ കണ്ടു, ഇങ്ങനെ മൗണ്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ ഇങ്ങനെ വയ്ക്കാൻ വേണമെങ്കിൽ. കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ കറണ്ട് നമുക്ക് പവർ ഊരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഗീവ് അവേ വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. റൂട്ടറും അതേപോലെ ഒരു ഹെഡ്സെറ്റ്, വയർലെസ് ഹെഡ്സെറ്റാണ്, ഗെയിമിങ്ങൊക്കെ ഉപയോഗിക്കാം. 3200 രൂപയുടെ വിലയുള്ള സംഭവം റോട്ടോണിക്സിൻ്റെ ഹെഡ്സെറ്റാണ്. അപ്പോൾ കാണുക, പോയിട്ട് വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആക്കി വയ്ക്കുക മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.